ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് മാതാപിതാക്കളോടുള്ള കടമയാണ് അല്ലേ? ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഒരുക്കണമെന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എളിമയെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 പറയുന്നത് എന്താണ്? മകനെ, സൗമ്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവ് എത്ര ക്ലിയറായിട്ട് നമ്മളോട് സംസാരിക്കുന്നതെന്ന് കണ്ടോ? അതായത് നമ്മൾ എത്ര കഴിവുള്ളവരായാലും, സമ്പത്തുള്ളവരായാലും, ഉയർന്ന സ്ഥാനത്തായാലും വിനയത്തോടെ പെരുമാറണം. മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കാതെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി ഇടപെടണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോ എത്ര ശാന്തനാണെന്ന് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ, പുതിയ ടെസ്റ്റ്മെൻറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ? പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ദൂതൻ എന്താണ് പറഞ്ഞത്? വിശുദ്ധ ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഒരു കാര്യം സത്യമാണ്, ദൈവത്തിൻ്റെ കാരുണ്യവും ദയയും നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതിനായി നമ്മൾ ഒരു കാര്യം ചെയ്യണം. സുഭാഷിതങ്ങൾ 6:16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ, അവിടെ പറയുന്ന പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും നീക്കണം. കാരണം കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7ാമതൊന്നു കൂടി അവിടെ നമ്മൾ ഏച്ചമായി കരുതുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7ാമതൊന്നു കൂടി അവിടെ നമ്മൾ ഏച്ചമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ. ഈ പാപങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം കർത്താവ് പരിശുദ്ധനാണ്, നമ്മളും പരിശുദ്ധരായിരിക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതിനാണല്ലോ വചനം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. ലൂക്ക 1:49 നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കണമെന്ന് അമ്മ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. നമ്മൾ ഇന്നുവരെ എത്തിയത് ഈ ലെവലിലായിരിക്കുന്നത് നമ്മുടെ കഴിവോ ബുദ്ധിയോ ശക്തിയോ അല്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ കാരുണ്യം മാത്രം. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നവർക്ക് മാത്രമേ എളിമയോടുകൂടി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ പോലും ഇത്രയും ചെറുതാകുവാൻ, അതും പാപികളായ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വളരുവാൻ തയ്യാറായി. സ്വർഗം വിട്ടിറങ്ങി തൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ കരങ്ങളാൽ ചാട്ടവാറടിയേറ്റ് മുൾമുടി ധരിച്ച് കുരിശിൽ മരിച്ചത് ആ എളിമയുടെ ശക്തിയാണ്. കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കുവാൻ പോലും മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം നമുക്കൊരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഈഗോ, നമ്മുടെ അഹംഭാവം, അഹങ്കാരം എല്ലാം നമ്മളെ തളർത്തിക്കളയും. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല. സങ്കീർത്തനം 32:10 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഈ വിശ്വാസത്തിൽ എളിമയോടുകൂടി നമ്മുടെ അഹംഭാവമെല്ലാം വെടിഞ്ഞ് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ആ സമയം നമുക്ക് എളിമയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കും തോറും നമുക്ക് എളിമ കിട്ടും. സുഭാഷിതങ്ങൾ 11:2 പറയുന്നു,
അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടി ജ്ഞാനവും. ഫിലിപ്പിയൻസ് 2:3 പറയുന്നു, മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം. 1 പത്രോസ് 5:5-6 പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. ആമേൻ. നമുക്കൊരു പ്രാർത്ഥന ഇതോടുകൂടി ചൊല്ലിയാലോ? കർത്താവേ, എൻ്റെ ഹൃദയം വിനയത്തോടെ നിറയ്ക്കണമേ. അഹങ്കാരത്തിൽ നിന്ന് എന്നെ അകറ്റി സ്നേഹത്തിലും സൗമ്യതയിലും നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരെ മാനിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും എപ്പോഴും നിൻ്റെ ഇഷ്ടം അനുസരിക്കാനും കൃപ തരണമേ. യേശുവിനെ പോലെ വിനയമുള്ള ഹൃദയം എനിക്ക് നൽകണമേ. ആമേൻ.